രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. പകരം ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവേണ്ടത്? സാമാന്യ ബോധമുള്ളവർക്കറിയാം, നീതിയുക്തിയുള്ളവർക്കറിയാം, രണ്ടാമതെത്തിയവൻ പ്രസിഡന്റാണ്. അതല്ലേ ലോകത്തിന്റെ നീതി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരം നടന്നു. 13 പേർ മത്സരിച്ചു. അതിൽ 2 പേർക്ക് വോട്ട് കിട്ടിയുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ 2,21,986 വോട്ട് നേടി. അത് പകുതിയും കള്ളവോട്ടാണ് എന്നാണ് ആരോപണമുള്ളത്. അതെന്തുമാവട്ടെ, അതിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. അവിടെയാണ് അബിൻ വർക്കിയുടെ മാന്യത നമ്മൾ കാണേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ വേണ്ടി കള്ളവോട്ട് ഉണ്ടാക്കി എന്ന് തെളിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടും രാഹുലിനെതിരെ വന്നില്ല, പോലീസിനെ സംരക്ഷിക്കാൻ പോയില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ ഇരാൻ അബിൻ വർക്കിയായിരുന്നു. അബിൻ വർക്കി 1,68,588 വോട്ട് നേടി. വലിയ മോശമൊന്നുമല്ല. അബിൻ വർക്കിക്ക് നല്ല പിന്തുണയുണ്ടെന്നർത്ഥം. 3-ാം സ്ഥാനത്ത് വന്നത് അരിതാ ബാബുവ, 31,930 വോട്ടാണ്. വ്യത്യാസം നോക്കൂ. 3-ാം സ്ഥാനത്ത് വന്ന ആളുടെ വോട്ട് 31,930. ബാക്കി 10 സ്ഥാനാർത്ഥികളും അതിന് താഴേക്കാണ് വോട്ട് നേടിയത്. ഇപ്പോൾ ഒന്നാമതെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വരുന്നു. അപ്പോൾ സാമാന്യ മര്യാദയും സാമാന്യ നീതിയും എന്താണ്? ഇത്രയധികം വോട്ട് നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണം. എന്തിനാണ് ആലോചന? പക്ഷെ ഇപ്പോൾ ഈ 3-ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്ത ചിലർ അടക്കം ഗ്രൂപ്പ് വഴക്കുമായി രംഗത്ത് വന്നിരിക്കുന്നു. അബിൻ വർക്കി എ ഗ്രൂപ്പുകാരനല്ല, ഐ ഗ്രൂപ്പുകാരനാണ്. അതുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾ എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമെന്ന് കുറച്ചുപേർ, അതല്ല അബിൻ വർക്കിയെ വേണമെന്ന് ഐ ഗ്രൂപ്പുകാർ. ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് നിർബന്ധമായും രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പ്രഖ്യാപിക്കണം. അതാണ് നീതി, അതാണ് നിയമം. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പദവിയിൽ ഇടിച്ചു കയറി വരണം. ഈ ആറ്റിറ്റ്യൂഡുമായി മുമ്പോട്ട് പോയാൽ തകർന്ന് തരിപ്പണമാവും, ഒരു സംശയവും വേണ്ട.